പരിശുദ്ധമായ നാം എഴുതപ്പെടുമാറാകട്ടെ. പ്രത്യേക ഒരു ചിന്ത ഞാൻ നിങ്ങളിലേക്ക് കൈമാറാനാണ് ഇപ്പോൾ ഈ വീഡിയോ മുഖാന്തരം കടന്നു വന്നിരിക്കുന്നത്. പ്രിയരെ, ഉടയപ്പെട്ടതിനെയും ഉടഞ്ഞതിനെയും തകർക്കപ്പെട്ടതിനെയും തകർന്നതിനെയും വീണ്ടും പണിയുന്ന ഒരു കർത്താവുണ്ട്. നമുക്കറിയാം, യെരൂശലേമിന്റെ മതിൽ ശത്രുക്കൾ തീവച്ച് നശിപ്പിച്ചു കളയുമ്പോൾ പകുതി പൊളിഞ്ഞതായും പൊളിയാത്തതുമായി എന്ന് പറഞ്ഞാൽ ഉടഞ്ഞും ഉടയാതെയും അത് കിടക്കുമ്പോൾ നെഹമ്യാവിനെ ആത്മാവ് ഉണർത്തുകയാണ്. അങ്ങനെ നമുക്കറിയാം, നെഹമ്യാവ് ദൈവസന്നിധിയിൽ അതിവേദനയോടെ പ്രാർത്ഥിക്കുന്നു. അവന് നിയോഗം ലഭിച്ച് ആ മതിലിനെ വീണ്ടും പണിയേണ്ടതിന് ദൈവത്തിന്റെ നിയോഗത്തെ നെഹമ്യാവ് ഇറങ്ങി പുറപ്പെടുന്നു. അനേക പ്രതികൂല സാഹചര്യങ്ങൾ കൂടി, അനേക പ്രതിസന്ധികളിൽ കൂടി, അനേക എതിർപ്പുകളിൽ കൂടി 52 ദിവസം കൊണ്ട് ആ മതിൽ നെഹമ്യാവ് പണിതുയർത്തുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുപോലെ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ എവിടെയെങ്കിലും ഉടഞ്ഞും മുടഞ്ഞപ്പെട്ടതായിട്ടും തകർക്കപ്പെട്ടതായിട്ടും കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും പണിതുയർത്താൻ കഴിയുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ആരൊക്കെ പറഞ്ഞാലും ഇനി ഒരു പണി നടക്കത്തില്ല, ഇനി അതിന്മേൽ ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ലെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ആ ഉടഞ്ഞു കിടക്കുന്ന അവസ്ഥയെ വിട്ട് പണിതുയർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ ഉടയപ്പെട്ട അവസ്ഥയിൽ, തകർക്കപ്പെട്ട അവസ്ഥയിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഭാവികളെ, നിങ്ങളുടെ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നല്ല പണികളെ കഴിച്ച് നിങ്ങളെ വീണ്ടും ഒരു ബലവാനായി, ഒരു ശക്തിയുള്ള വ്യക്തിയായി കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുക, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.